ഇറാനെ ഇന്ത്യക്കെതിരെ തിരിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പദ്ധതിയിടുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. എന്നാൽ ഇന്ത്യ ഇറാൻ ബന്ധമാകട്ടെ ആര് വിചാരിച്ചാലും ഇനി തകർക്കാൻ കഴിയില്ല എന്നതാണ് ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ടാരിഫ് യുദ്ധത്തിൽ ട്രംപുമായി ഇന്ത്യ കൊമ്പ് കോർക്കുന്നതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ഇത്തരമൊരു നിലപാട് ഘടിപ്പിച്ചുകൊണ്ട് ഇറാൻ തന്റെ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വരുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ ഇന്ത്യ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഇന്ത്യയുമായുള്ള ബന്ധം ശക്തമാവുകയും എന്നാൽ ഒരു ശക്തവും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു ശക്തിക്ക് പോലും ഇത് തകർക്കാൻ കഴിയാത്തത്ര ബന്ധം തങ്ങൾ തമ്മിൽ ഉണ്ട് എന്നതാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ചബഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇറാനിയൻ ഉദ്യോഗസ്ഥർ US വ്യക്തമായ മുന്നറിയിപ്പും ഇവിടെ നൽകുകയാണ് ചെയ്യുന്നത്. അമേരിക്കൻ ഉപരോധങ്ങൾ കാരണം ചബഹാർ പദ്ധതിക്ക് മേലുള്ള സമ്മർദ്ദം വർദ്ധിച്ചു വരുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് ഇത്തരമൊരു പരാമർശം വരുന്നത്. ഇറാന്റെ ദേശീയ സുരക്ഷാ കമ്മീഷൻ അംഗമായ സലാർ ദേശീയ ചാനലിൽ നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഇത്തരത്തിൽ ഇന്ത്യയെക്കുറിച്ചൊരു പരാമർശം നടത്തിയിരിക്കുന്നത്. ഇതിപ്പോൾ ലോക ശ്രദ്ധ നേടുകയും ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തിരിക്കുകയാണ്. ലോക സാഹചര്യം നല്ലതല്ല. US പ്രസിഡന്റിന്റെ പ്രവർത്തനങ്ങൾ മാന്യമല്ല. അദ്ദേഹം എല്ലാ രാജ്യങ്ങളിലും പ്രക്ഷുബ്ധത സൃഷ്ടിച്ചു. ആ രാജ്യങ്ങൾ അസ്ഥിരത നേരിടുന്നു. ഇതിൽ നമ്മുടെ സൗഹൃദ രാജ്യമായ ഇന്ത്യയും ഉൾപ്പെടുന്നു. ഇന്ത്യയും ഇറാനും ആ ഭാഷയിലും സംസ്കാരത്തിലും പാരമ്പര്യത്തിലും ആഴത്തിലുള്ള സമാനതകൾ പങ്കിടുന്നവയാണ്. ശക്തമായ ഇന്ത്യ ഇറാൻ ബന്ധത്തെ ഒരു ദോഷകരമായി തന്നെ ബാധിക്കില്ല എന്നും ചബഹാർ തുറമുഖത്ത് ഇന്ത്യയുടെ നിക്ഷേപത്തിനുള്ള കരാർ നമ്മുടെ പരസ്പര ബന്ധം സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എന്നതാണ് അദ്ദേഹം ഈ ഒരു അഭിമുഖത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയുടെ സമീപകാല പ്രസ്താവന അത് തികച്ചും ശരി തന്നെയാണ്. ശത്രുവിന്റെ പ്രവർത്തനങ്ങൾ ഈ പങ്കാളിത്തത്തെ ബാധിക്കില്ല എന്ന് ഇന്ത്യ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ ഒന്നും മാറിയിട്ടില്ല എന്നും അദ്ദേഹം ഇവിടെ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഇന്ത്യയുമായുള്ള ശക്തവും അചഞ്ചലവുമായ ബന്ധം ഇറാൻ ആവർത്തിച്ചു വ്യക്തമാക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ചബഹാർ തുറമുഖം ഈ ബന്ധത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് എന്നും US സമ്മർദ്ദങ്ങളോ അല്ലെങ്കിൽ ഉപരോധങ്ങളോ ഒന്നും തന്നെ ഈ ബന്ധത്തെ ബാധിക്കില്ല എന്ന് ഇറാൻ ഉദ്യോഗസ്ഥൻ ഇവിടെ വെട്ടിത്തുറന്ന് പറയുകയും ചെയ്തു. അതേപോലെ തെക്കു കിഴക്കൻ ഇറാനിലാണ് ചബഹാർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യ ഏഷ്യയിലേക്കുമുള്ള പ്രവേശനം സുഗമമാക്കുന്നതിനാണ് ഇന്ത്യ ഇവിടെ നിക്ഷേപം നടത്താനായി തന്നെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും. അതേപോലെ പാകിസ്ഥാൻ വഴി കടന്നു പോകാതെ തന്നെ ഇന്ത്യക്ക് ഒരു ബദൽ മാർഗം ഇത് നൽകുന്നുണ്ട്. 2024 ഇന്ത്യയും ഇറാനും 10 വർഷത്തെ കരാറിൽ ഒപ്പുവെച്ചതും. എങ്കിലും US ഉപരോധങ്ങൾ അത് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുകയും ചബഹാർ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നത് ബുദ്ധിപരമായ നടപടിയല്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.